ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇന്ന് ലൈവിൽ നടന്ന ജയിൽ നോമിനേഷനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജയിലിലേക്ക് പോകാനായിട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുത്തത് അനീഷിനെയും അതുപോലെ ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി കുഴപ്പമില്ല, അർഹയായിരുന്നു. കാരണം എന്താ വെച്ചാൽ കിച്ചണിൽ കുറച്ചൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ, കിച്ചൺ ക്യാപ്റ്റനാണ്, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വിടാം. അനീഷിന്റെ കാര്യം, അനീഷിനെ ജയിൽ നോമിനേഷനിലേക്ക് വിട്ടത്, അതിനെക്കാട്ടും വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഷാനവാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അറിയാലോ. നല്ലൊരു സീക്രട്ട് ടാസ്ക് കൊടുത്ത് അതിനെ കൊളാക്കി. പിന്നെ ആര്യനുമായിട്ട് ആര്യനുമായിട്ട് ഇടി വഴക്ക്, ഫിസിക്കൽ അസോൾട്ട് വരെ നടന്നിട്ടുണ്ട്. എന്നിട്ടും എല്ലാവരും അനീഷിനെ തന്നെ വിടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഫാമിലി വീക്ക് കഴിഞ്ഞ പിന്നെ അനീഷ് പിടിച്ച് കയറുകയാണ് എന്നുള്ളത്. കാരണം ഒറ്റയ്ക്ക് ഒരു ഗ്രൂപ്പില്ല, ഒരു പരദൂഷണവും ഇല്ല, ഒന്നുമില്ലാണ്ട് മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ച്, അതായത് നല്ല കാര്യങ്ങൾ കേട്ടോ, മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളെയും പേടിക്കാതെ മുഖം നോക്കി സംസാരിക്കും. അല്ലാതെ ഒരാൾ തിരിഞ്ഞു പോയിട്ട് അവരെ പറ്റി കുറ്റം പറയാൻ ഈ മനുഷ്യൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല, ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് അനീഷിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പിന്നെ കോമണർ കാർഡ് ഇറക്കി എന്ന് പറയുന്നു. അവിടെ ശരി, അതൊരു കാർഡാണോ? ലാൽ സാറിനെയല്ലേ വിളിച്ച് കൊണ്ടുവന്നത്. കോമണർ പറഞ്ഞിട്ടാണ് അനീഷിനെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. അപ്പൊ പിന്നെ ഞാൻ കോമണറാണ് പറഞ്ഞ കോമൺ കാർഡ് ഇറക്കണതിന് കുഴപ്പമുണ്ടോ? ഒരു വിവരവും എന്താ പറയാ, അത്രയും ബുദ്ധിയില്ലാത്ത മരവാഴകളാണ് അവിടെ ഉള്ളവരെല്ലാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അനീഷിനെ എല്ലാവരും ഭയക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും ഷാനവാസിന് ഒരു രക്ഷയില്ല. കാരണം വീട്ടിൽ നിന്ന് വന്നപ്പോൾ വൈഫൊക്കെ നന്നായി പറഞ്ഞു കൊടുത്തു തോന്നു അനീഷാണ് ടോപ്പിൽ നിൽക്കണമെന്ന്. അപ്പോൾ ആദ്യം ഫ്രണ്ട്ഷിപ്പ് പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് പിടിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എഗേൻസ്റ്റ് നിൽക്കുകയാണ്. എൻ്റെ ഷാനുക്ക, നിങ്ങൾ സീരിയലിൽ അഭിനയിച്ച പോരെ? അയ്യോ, മഹാബോറ്, കാണാൻ പറ്റില്ല. അത്രയ്ക്കും ആക്ഷനും മ്യൂസിക്കും ഒക്കെ ഇട്ട് എന്താ വിചാരം, നമ്മുടെ ലാലേട്ടനാന്നാ വിചാരം, 6-ാം തമ്പുരാനത്തെ ലാലേട്ടൻ. എൻ്റെ പൊന്നു മോനെ, നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, ആന അപ്പിയിടണ പോലെ മുയലിനെ അപ്പിയിട്ടാ പറ്റുമോ? ഒന്ന് ചിന്തിച്ചൂടെ, ലാലേട്ടൻ എവിടെ കിടക്കണോ, നിങ്ങളെവിടെ കിടക്കണോ മീശയും പിരിച്ചിട്ട്? വല്ലാത്ത കഷ്ടം തോന്നുന്നു കേട്ടോ. നല്ല ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോ അത്രത്തോളം വെറുക്കാൻ തുടങ്ങി. അതായത് അയാളുടെ പെരുമാറ്റം തന്നെ അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറായി തോന്നിയതാ, ഒരു നല്ലൊരു ഡീസന്റ് മനുഷ്യനാണെന്നൊക്കെ തോന്നിയതാ. പക്ഷേ അയാൾ ആരാണ് എന്താണ് എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. മരവാഴ, പൊട്ടൻ, മണ്ടൻ, ഇതിനും കൂടുതൽ ഒന്നും പറയാനില്ല. അതിനുശേഷം ആദിലയും അതുപോലെ നമ്മുടെ ഷാനവാസും കൂടെ ഒരുപാട് നമ്മുടെ അനീഷിനെ ദ്രോഹിക്കുന്നുണ്ട്. ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടതാണ്. കാരണം അനീഷിന് വായ തുറക്കാൻ പറ്റില്ല. അപ്പുറത്തിരുന്ന് അവളുടെ കൈ പിടിക്കുക, സംസാരിക്കുമ്പോൾ സ്പേസ്, അതായത് മറ്റുള്ളവർ നോമിനേഷൻ ചെയ്യുമ്പോൾ അത് അവരുടെ സ്പേസ് ആണ്, ഓക്കെ, അത് അവർക്ക് തീർച്ചയായും അവകാശമുള്ളതാണ്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം പറയുമ്പോൾ നൂറുടെ വായിൽ എന്താ, ആദിലയുടെ വായിൽ എന്താ, പഴമാണോ? അല്ല, ഞാൻ അറിയാതെ ചോദിക്കുക. അപ്പോഴൊന്നും ഒരു അക്ഷരം മിണ്ടില്ല. അനീഷിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്ന് ശരിക്കും എന്താണ് നമ്മൾ പറയുക, റാഗിങ് ചെയ്യണോ? അല്ല, അതുമല്ല, ആ വാക്കും ചേരില്ല. അങ്ങനെ ആദില ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, അവനെ മറയ്ക്കാൻ നിൽക്കുക, എന്തൊക്കെയാ ഈ ആദില കാണിക്കണത്? ആ ലാലേട്ടൻ ആ ഒരു സപ്പോർട്ട് കൊടുത്തത് വല്ലാത്ത പ്രശ്നമായിട്ടോ. ആ ലക്ഷ്മി ആയിരുന്നു ശരി. ഇവരെയൊന്നും വീട്ടിലല്ല, പഞ്ചായത്തിൽ പോലും കയറ്റാൻ പറ്റില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുക അവൾ ഓരോ ദിവസം കഴിയുന്തോറും. ഒരു റെസ്പെക്റ്റ് ഇല്ല ആണുങ്ങളോടാണെങ്കിലും. എന്താ വിചാരം, അനീഷിന് എന്തു ആവാ, ഒരു പുറംപോക്കുന്ന് വന്ന ഒരു മനുഷ്യനാന്നാ വിചാരം? എൻ്റെ പൊന്നുമോളെ, നീ ഒന്ന് പുറത്തിറങ്ങി നോക്ക്. ആ അനീഷിന്റെ ഫാൻസിനെ കണ്ട നീ ഞെട്ടും. ബോധം കെട്ട അറ്റാക്ക് വന്ന് വീഴാതിരുന്നാ മതി, അത്രേ പറയാനുള്ളൂ. അറ്റാക്ക് വന്ന് മരിക്കല്ലേ മോളെ നീ. അതാണ്, നല്ല പേഴ്സണാലിറ്റി ആദ്യം ഉണ്ടാക്കാൻ നോക്ക്, നല്ലൊരു സ്വഭാവം ഉണ്ടാക്കാൻ നോക്ക്. കുത്തിത്തിരിപ്പ്, അവിടെ ഇവിടെ ഒളിഞ്ഞു നിന്ന് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക. ബിന്നിയെ പറയണ്ടല്ലോ, ബിന്നി എത്രയോ ഭേദമാണ്. അവൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ടാണ് അവൾ കുറ്റം പറയുന്നത്. നിനക്കൊക്കെ എന്താ ഉള്ളത്, എനിക്ക് അറിയാതെ ചോദിക്കുക.
ഒരാളെ ഇങ്ങനെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകരായ ഞങ്ങൾക്ക് തന്നെ അതൊരു വല്ലാത്തൊരു എന്താ പറയാ, നമുക്ക് തന്നെ ഒരു മാനസിക പിരിമുറുക്കം തോന്നുക. അപ്പൊ അവിടെ ഇരിക്കുന്ന അനീഷ് എത്ര അനുഭവിക്കുണ്ടാവും അത്. അതും ഇല്ലാത്ത കാര്യങ്ങളാ പറഞ്ഞുണ്ടാക്കുന്നത്. അന്ന് കണ്ടില്ലേ, സ്ഥലം വിറ്റിട്ടാണ് PR കൊടുത്തത്. ഇവൾക്ക് എന്താ അറിയാ അതൊക്കെ. ലാലേട്ടൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ടതാണ്. ചോദിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രേക്ഷകര് അനീഷിന് ഫുൾ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ സപ്പോർട്ടൊന്നും അനീഷിന് ആദ്യം ഉണ്ടായിരുന്നില്ല. സത്യം പറയാം, എനിക്കും അങ്ങനെ അനീഷിനെ അങ്ങനെ ഒരു സാധാരണ ഒരു അങ്ങനെ തോന്നിയുള്ളൂ. പക്ഷെ ഇപ്പായിട്ട് ഇഷ്ടം വരാൻ കാരണം ഇവരെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യണ കാരണമാണ്. അത് ഇവർ മനസ്സിലാക്കണില്ല. അതുപോലെ ഇന്ന് ജയിൽ നോമിനേഷനിലേക്ക് കണ്ടില്ലേ, അവിടെ വേറെ എത്ര ആൾക്കാർ എന്താണ് ജയിൽ നോമിനേഷനിലേക്ക് ക്വാളിഫൈ ആയിരുന്നു. അവരെ ഒന്നും വിടാതെ അനീഷിനെ വിട്ടതോ. അവർക്കൊക്കെ പേടിയാവാൻ തുടങ്ങി. ടോപ്പ് 5 കപ്പും കൊണ്ട് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കപ്പും വാങ്ങി പോവോന്ന്. അപ്പോ എന്തായാലും എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നിയില്ല ഇപ്രാവശ്യത്തെ എന്താ പറയാ ജയിൽ നോമിനേഷൻ. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നണെന്ന് വെച്ചാൽ ഒന്ന് അഭിപ്രായം പറയണേ.